സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ബിദ്അത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സുന്നത്തായ പല കാര്യങ്ങളെ അവർ നിർവഹിക്കുന്നുമില്ല. ദീൻ അതെല്ലാ സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ സ്വീകരിക്കേണ്ട ഒരു കാര്യമല്ല. മറിച്ച് ദീൻ അതിന് കൃത്യമായ സ്രോതസ്സുണ്ട്. മഹാനായ ഹമ്മാദ് ബിൻ സെയ്ദ് റഹിമഹുല്ലാഹ് യുവാക്കളോട് പറയുമായിരുന്നു, ഇത്തഖൂ യാ മഅശറ ശബാബ്, അല്ല യുവാക്കളെ നിങ്ങൾ സൂക്ഷിക്കണം. ഉൻദുറു മിമ്മൻ തഖുദൂന ഹാദിഹിൽ അഹാദീസ് ഫഇന്നഹാ മിൻ ദീനികും. നിങ്ങൾ ഈ ഹദീസുകളൊക്കെ എവിടുന്നാണ് കേൾക്കുന്നത് എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ ദീനാണ്. അവിടുന്ന് ഓടുമ്പോ ആരെങ്കിലും ഒക്കെ പറയുന്ന സമയത്ത് അതെല്ലാം കേൾക്കാനുള്ളതല്ല. ഏതെങ്കിലും ഒക്കെ പാള കിതാബുകൾ തുറന്നു വെച്ചുകൊണ്ട് ദീനാണെന്ന് പറയുന്ന ജമാഅത്ത് തബ്ലീഗിനെ പോലെയുള്ള ആളുകളെ കാണാൻ സാധിക്കും. യുവാക്കളെ നന്നാക്കാൻ സാധിക്കുമെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് യുവാക്കളെ നന്നാക്കുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ വിശ്വാസങ്ങളാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ല, പലപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്നത് സൂഫി ത്വരീഖത്തുകളുടെയും മറ്റുമൊക്കെ വിശ്വാസങ്ങളാണ്. അവിടെ പാള കിതാബുകൾ തുറന്നു നോക്കിയാൽ ഖുറാഫത്തിന്റെയും മറ്റുമൊക്കെയുള്ള വിശ്വാസ കാര്യങ്ങൾ അതിന്റെ അകത്തളങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട്. എന്നിട്ട് ചില കാര്യങ്ങൾ മാത്രം ദഈഫായതും മൗദൂആയതുമായ ചില ഹദീസുകൾ മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് യുവാക്കളെ നന്നാക്കിയെടുക്കാം എന്നവർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് മുൻഗാമികൾ പറയുകയാണ്, ഉൻദുറു മിമ്മൻ തഖുദൂന ഹാദിഹിൽ അഹാദീസ്, ഈ ഹദീസുകൾ എവിടെ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫഇന്നഹാ മിൻ ദീനികും, ഈ സദസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ദീനാണ്. നിങ്ങളുടെ ദീനാണ് അവർ എടുക്കുന്നത്. അവർ നിങ്ങൾക്ക് ദീനാണെന്ന് പറഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങളാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ, അത് വലാലത്തായാൽ നിങ്ങളുടെ പരലോകം നഷ്ടമാകും. അപ്പുറത്തൊന്നും നഷ്ടമാകാതിരിക്കാനാണ് ശഹ്വത്തിന്റെ ലോകത്ത് നിന്ന്, ദേഹേച്ഛകളുടെ ലോകത്ത് നിന്ന് ആ ദുനിയാവ് നഷ്ടപ്പെടുത്തി പരലോകം നഷ്ടപ്പെടുത്തി അങ്ങനെ പോകാതിരിക്കാൻ നിങ്ങൾ മസ്ജിദുകളിലേക്ക് എത്തിയതാണ്. അപ്പോഴത് അവിടെയും ചില ആളുകൾ ദലാലത്തിന്റെ വഴിയാണ് ഈ യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സലഫു സ്വാലിഹീങ്ങളുടെ, നമ്മുടെ മുൻഗാമികളുടെ അഖീദയല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചത്, സ്വഹാബികൾ എങ്ങനെ വിശ്വസിച്ചു, അതല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. മറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിശ്വാസങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാതെ അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളിൽ അത് പിഴവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിൽ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പല കാര്യങ്ങളും സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ബിദ്അത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സുന്നത്തായ പല കാര്യങ്ങളെ അവർ നിർവഹിക്കുന്നുമില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി യുവാക്കളെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായ സലഫ് സ്വാലിഹീങ്ങളുടെ മനഹജ് അനുസരിച്ചിട്ടുള്ള ഇൽമ് നിങ്ങൾ പഠിക്കണം.